ഹലോ, നമുക്കൊരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുത്താലോ? ഒരു ചെറിയ ചോക്ലേറ്റ് നോട്ട്ബുക്ക് ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 2 A4 സൈസ് പേപ്പറാട്ടോ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഞാൻ 2ആയിട്ട് മടക്കി, പിന്നെ അത് ഞാനിതുകൂട്ട് 4ആയിട്ട് മടക്കി, പിന്നെ അങ്ങനെ തന്നെ ഞാനിത് 6ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും ചെറുതായിരിക്കും കേട്ടോ നമ്മുടെ നോട്ട്ബുക്ക്, അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ആ മടക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ കട്ട് ചെയ്ത് എല്ലാ പേപ്പറും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സെൻറ്ററിലും ഈ സൈഡിലെ പേപ്പേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ എല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു സൂചി യൂസ് ചെയ്ത് ഞാൻ 2 സെൻറ്ററിലിട്ടും ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കുറേ നോക്കി, എന്നാലും പേപ്പറിൻ്റെ ഇതൊട്ട് ഹോൾ ഇടാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ഞാൻ ഹോൾ ഇട്ട് കൊടുത്ത് തന്നെ ഒരു നൂലുപയോഗിച്ച് ഞാനിത് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ പേപ്പറുകൾ നമുക്ക് ഗ്ലൂ വെച്ച് വേണമെങ്കിൽ ഇത് ഒട്ടിച്ച് വെക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും ബെറ്റർ എന്തായാലും കുറച്ച് പേപ്പറല്ലേ ഉള്ളൂ, നമുക്കിതൊട്ട് ഹോൾ ഇട്ടിട്ട് ഇതൊട്ട് നൂല് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നൂല് വെച്ചിട്ട് എല്ലാ പേജസും കൂടെ ഒരുമിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജസിൻ്റെ കാര്യമെല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പുറംചട്ടയാട്ടോ ശരിയാക്കേണ്ടത്. ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു പീസ് പേപ്പർ ഞാൻ ഇതോട്ട് മുറിച്ചെടുത്തിട്ട് കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പേപ്പറിനനുസരിച്ച് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കർട്ടൻ പീസ് എടുത്തിട്ട് ഇത് കൂട്ടൊരു ചെറിയ അളവായിരിക്കണം കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബുക്കിനെക്കാട്ടിലും ഒരു കുറച്ച് ചെറുതായിരിക്കണം. കുറച്ചെന്ന് വെച്ചാൽ ഒരു കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗ്ലൂ തേച്ചിട്ട് നമുക്കിങ്ങനെ ഒരിക്കലും അടുപ്പിച്ചടുപ്പിച്ച് ഇത് ഒട്ടിച്ച് കൊടുക്കല്ലേ. നമുക്കൊരു ഇച്ചിരി സ്പേസ് വിട്ടിട്ട് വേണം ഇതെല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കാർട്ടനകത്ത് ഈ പീസിനകത്ത് ഒരുമിച്ച് നമുക്ക് ഗ്ലൂ തേക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ നമുക്ക് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഈ പുറംചട്ടയ്ക്കകത്തോട്ട് ഗ്ലൂ തേച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിലോട്ടാണെങ്കിൽ ഒരു ചോക്ലേറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു റെഡിനകത്ത് കുറച്ച് ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്താൽ ഏകദേശം ഈ കളറൊക്കെ പെയിൻ്റായി കിട്ടും. രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി നല്ലപോലെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പേജസ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക് പേപ്പറും ഈ ബുക്സിൻ്റെ ഫ്രണ്ട് പേപ്പറും കൂടി ഈ ചട്ടയിലേക്ക് നല്ലപോലെ ഗ്ലൂ തേച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ബാക്ക് പേപ്പർ ഇതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഞാനാണെങ്കിൽ ഫ്രണ്ട് പേപ്പറും ഇതുകൊണ്ട് ഗ്ലൂ തേച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പേപ്പർ ഇതിലോട്ടൊന്ന് ആക്കി കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ബുക്ക് ഒരുവിധം സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചോക്ലേറ്റ് പോലെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. എനിക്കിതിൽ ഗ്ലൂവും പെയിൻറ്റും ഒക്കെ ഉണങ്ങാനേ ഉള്ളൂ കുറച്ച് ടൈം എടുത്തത്. ബാക്കിയെല്ലാം എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.